ഹലോ ഫ്രണ്ട്സ്, നമുക്ക് അടിപൊളിയായിട്ട് ഒരു ബീഫ് കറി ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടി നല്ല ബീഫ് ഞാൻ 2 കിലോയാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് മുളക് പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. പിന്നെ അതിൽ നമ്മൾ ബീഫ് മസാല, അതായത് മീറ്റ് മസാല ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുക്കറിൽ അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ട്, അത് വേവാനുള്ള ഒരു വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഒരു 5-6 വിസിലടിപ്പിച്ചെടുക്കാം. പിന്നെ നമ്മൾ ഉരുളിയിൽ ചുവന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ നമ്മൾ ഇതൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം അതിലോട്ട് പച്ചമുളക്, വലിയ പച്ചമുളക് ആയതുകൊണ്ട് ഞാൻ ഒരെണ്ണേ ചേർത്തിട്ടുള്ളൂ. പിന്നെ നമുക്ക് ആവശ്യമുള്ള കറി മസാലപ്പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടിയൊക്കെ ഇട്ടതിന് ശേഷം കുരുമുളക് പൊടിയൊക്കെ ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് നന്ന് മുരിഞ്ഞ് വരുന്ന രീതിയിലാക്കി എടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ബീഫ് ഇതിലോട്ട് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ മേലെ നമ്മൾ അണ്ടിപ്പരിപ്പ് പൊടിച്ചും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ള തേങ്ങാപ്പാലാണ്. അപ്പോൾ തേങ്ങാപ്പാൽ നല്ല കട്ടിയിൽ തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. അത്രയേ ഉള്ളൂ നമ്മളെ ബീഫ് കറി കേട്ടോ.